പ്രിയപ്പെട്ടവരെ, 2025 ആദ്യത്തെ സൂര്യഗ്രഹണം മാർച്ച് മാസം 29-ാം തീയതിയാണ്. ഈ ഗ്രഹണം അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 2:20:43 ആരംഭിക്കുന്നത്. പരമാവധി ഈ ഗ്രഹണം 4:17:27 വരെയാണ് കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ശനിയുടെ മീനരാശിയിലേക്കുള്ള മാറ്റം കൂടി സംഭവിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. വേദജ്യോതിഷപ്രകാരം ഈ സമയം പലവിധ മാറ്റങ്ങൾ ഓരോ രാശിയിലും സംഭവിക്കുന്നുണ്ട്. ജ്യോതിഷത്തിലുള്ള ഈ മാറ്റങ്ങൾ ഗ്രഹണത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്വാധീനമനുസരിച്ച് ഫലങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ പ്രകാരം നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണഫലങ്ങളാണ് സംഭവിക്കുന്നതെന്ന് മുൻപൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഗ്രഹണഫലമായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ചില ദോഷഫലങ്ങളെക്കുറിച്ച് പറയുകയാണ്. സൂര്യഗ്രഹണം ഓരോ രാശിയിലും എന്തൊക്കെ സ്വാധീനങ്ങളാണ് ചെലുത്തുന്നതെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതുമൂലം സംഭവിക്കാൻ പോകുന്നത് എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ന് നമ്മളിത് ചർച്ച ചെയ്യാൻ പോകുന്നത് തന്നെ ഇതിൻ ഫലമായിട്ട് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിന് കൂടി വേണ്ടിയാണ്. അതിനുള്ള പരിഹാരങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. കാരണം നമ്മളൊരു പ്രശ്നമുണ്ടായിട്ട് അയ്യോ എന്നെ ഇത് ബാധിച്ചല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്നതിനേക്കാൾ അത് നമ്മളെ ബാധിക്കാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ നമുക്ക് ഈ സൂര്യഗ്രഹണത്തിൻ്റെ ഫലമായിട്ട് മേടരാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നിവ ചേർന്നതാണ് മേടക്കൂറ്. മേടരാശിക്കാർക്ക് ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഈ ഗ്രഹണം മൂലം വന്നുകൂടുന്നുണ്ട്. കൂടാതെ ചില സാമ്പത്തിക മാറ്റങ്ങളും ഇതുമൂലം വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാലയളവിൽ ആർക്കും തന്നെ ധനം കടം കൊടുക്കുവാനോ ആരിൽ നിന്നും കടം എടുക്കുവാനോ പാടുള്ളതല്ല. കാരണം നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ധനം കടം വാങ്ങിയാൽ അത് നിങ്ങൾക്ക് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാനും സാധിക്കില്ല. മാത്രവുമല്ല, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ആ ധനം തിരിച്ചു കിട്ടുന്നതും പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ധനപരമായ ക്രയവിക്രയങ്ങൾ അല്പം ശ്രദ്ധയോടെ മാത്രം നടത്തുക. മനസ്സിന് ഒട്ടും തന്നെ ബലം കിട്ടാത്ത ഒരു കാലഘട്ടമായിരിക്കും ഇത്. ചില ദുർവിചാരങ്ങൾ മനസ്സിൽ വന്നുകൂടിയെന്നും വന്നേക്കാം. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനം ആഴ്ചയിൽ 1 രീതിയിൽ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഞരമ്പ് സംബന്ധമായി ചില രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അത് മൂർച്ഛിച്ചു വരുവാൻ ഇടയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മരുന്ന് സേവ ഇതിനായി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇനി പറഞ്ഞു തരാം. ശിവക്ഷേത്രത്തിൽ 14 ദിവസത്തിലൊരിക്കൽ ജലധാര നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ ചതുർത്ഥി തോറും നാളികേരം മുടയ്ക്കുക. ശിവ അഷ്ടോത്തരനാമം എല്ലാ തിങ്കളാഴ്ചകളിലും ജപിക്കുക. മനസ്സിന് ശാന്തത കിട്ടുന്നതിനു വേണ്ടി എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്രത്തിൽ അരയാൽ പ്രദക്ഷിണം നടത്തുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഏറെ ഗുണകരമായിരിക്കും. ഞായറാഴ്ച ദിവസം ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ പകലുറക്കവും ഉപേക്ഷിക്കേണ്ടതാണ്. അടുത്തതായി ഇടവക്കൂറ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത്. ഇടവം രാശിക്കാർക്ക് വൈകാരികമായ പ്രക്ഷുബ്ധത അനുഭവപ്പെടുന്നതാണ്. ഒരു കാര്യത്തിലും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ കുഴങ്ങിപ്പോകുന്നതാണ്. ആവശ്യമില്ലാത്ത സ്ഥാനങ്ങളിൽ കോപം പ്രകടിപ്പിച്ച് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതാണ്. പലപ്പോഴും നമ്മളുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായ പ്രവണതകളിലേക്ക് നയിക്കുന്നതാണ്. അപവാദം കേൾക്കുക, അപകടങ്ങൾ സംഭവിക്കുക, രോഗപീഠ മുതലായവ ഇടവം രാശിക്കാർക്ക് ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ്. എന്തെങ്കിലും രോഗങ്ങൾക്കായി മരുന്ന് സേവിച്ചു കൊണ്ടിരിക്കുന്നവർ അനാവശ്യമായി അത് മുടക്കം വരുത്തുന്നത് രോഗം മൂർച്ഛിക്കുന്നതിന് ഇടയാക്കിയേക്കാം. ഗുരുജനങ്ങളെ നിന്ദിക്കുന്നത് അവരുടെ ശാപമേൽക്കുന്നതിന് ഇടയാക്കിയേക്കാം. കുടുംബബന്ധത്തിൽ ആവശ്യമില്ലാത്ത കടുംപിടുത്തങ്ങൾ നടത്തുന്നത് ദാമ്പത്യബന്ധം ശിഥിലമാകുന്നതിന് കാരണമായേക്കാം. ഇത്തരം കാര്യങ്ങൾ നാം കൃത്യമായി നോക്കിയില്ലെങ്കിൽ നമ്മുടെ മാനസിക സ്വസ്ഥത കുറഞ്ഞു വരുന്നതായിരിക്കും.
ഇതിന് ദോഷപരിഹാരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇനി പറഞ്ഞു തരാം. മഹാദേവ ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യ ഞായറാഴ്ച ദിവസം കൂവളമാല ചാർത്തുന്നതും, ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം മൃത്യുഞ്ജയാർച്ചന സമർപ്പിക്കുന്നതും, വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. അതുപോലെ തന്നെ മൃത്യുഞ്ജയ യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും, ഭദ്രകാളിക്ക് ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഗുണകരമാണ്. ഇനി നമുക്ക് മിഥുനക്കൂറിലേക്ക് വരാം. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാല് എന്നിവ ചേരുന്നതാണ് മിഥുനക്കൂറ്. ഈ ഗ്രഹണം മൂലം മിഥുനം രാശിക്കാർക്ക് സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ്. മറ്റൊരു കാര്യത്തിനായി കരുതി വച്ചിരിക്കുന്ന ധനം വേറൊരു കാര്യത്തിനു വേണ്ടി ചെലവിട്ടു പോകുന്നതായിരിക്കും. അന്യരുടെ കടം വീട്ടാൻ നടക്കുന്നത് ഈ ഒരു കാലയളവിലെ ഏറ്റവും വലിയ അബദ്ധമായി തീരുന്നതാണ്. ഈ കാലയളവിൽ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളിലും മറ്റും പെട്ടുപോകാൻ സാധ്യതയുണ്ട്. തൊഴിൽ വാഗ്ദാനത്തിലൂടെ പല തട്ടിപ്പുകൾക്കും ഇരയാകുമെന്നതിനാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. ആരോഗ്യകാര്യത്തിൽ കാണിക്കുന്ന അശ്രദ്ധ രോഗത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. കെട്ടിട നിർമ്മാണത്തിൽ വരുത്തുന്ന പ്ലാനിങ്ങിലെ പിഴവുകൾ അമിതമായിട്ടുള്ള ധനച്ചെലവിന് കാരണമായേക്കാം. എടുത്തുചാട്ടം മൂലം സാമ്പത്തിക നഷ്ടമുണ്ടാകും എന്നതിനാൽ ഊഹക്കച്ചവടങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. ഇനി ഇതിന് ദോഷപരിഹാരമായിട്ട് ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുകയാണ്. വീട്ടിൽ സൂര്യന്റെ ചിത്രം വച്ച് പൂജിക്കുന്നതും, മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച തോറും ആദിത്യന് പൊങ്കാല അർപ്പിക്കുന്നതും, ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം വൈകുന്നേരങ്ങളിൽ പിൻവിളക്ക് തെളിയിക്കുന്നതും, ഞായറാഴ്ച ദിവസം കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നതും, ദാനം ചെയ്യുമ്പോൾ 1 രൂപ നാണയങ്ങൾ കൂട്ടിക്കലർത്തി ദാനം ചെയ്യുന്നതും ശുഭകരമാണ്. ഇനി കർക്കിടകക്കൂറിലേക്ക് വരാം. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഈ ഗ്രഹണം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചില അപവാദങ്ങൾക്കും ചില വിഷഭയങ്ങൾക്കും കാരണമായേക്കാം. രാത്രി സമയത്ത് വെളിച്ചമില്ലാതെ സഞ്ചരിക്കരുത്. കഴിക്കുന്ന മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണോ എന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. കാരണം വിഷകരമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. പുറം ഭക്ഷണങ്ങളിലും പ്രത്യേകം ജാഗ്രത കൊടുക്കേണ്ടതാണ്. ഫുഡ് പോയിസൺ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തുക. അത് ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചേക്കാം. കുടുംബജീവിതത്തിൽ അനാവശ്യമായി വച്ചു പുലർത്തുന്ന ആശങ്കകൾ കുടുംബജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഫിസ്റ്റുല, മൂലക്കുരു മുതലായ രോഗങ്ങളുള്ളവർ അവരുടെ രോഗം മൂർച്ഛിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇനി ഇവയുടെ ദോഷപരിഹാരാർത്ഥമായിട്ട് ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുകയാണ്. ഞായറാഴ്ച ദിവസം ഉറുമ്പുകൾക്ക് വറുത്ത അരിപ്പൊടി നൽകുന്നതും, മത്സ്യങ്ങൾക്ക് ഞായറാഴ്ച ദിവസം അരിയിട്ട് കൊടുക്കുന്നതും, ഞായറാഴ്ച ദിവസം സൂര്യോദയ സമയത്ത് ആദിത്യ സ്തോത്രം ചൊല്ലുന്നതും, ഞായറാഴ്ച ദിവസം അശരണർക്ക് അന്നപാനീയങ്ങൾ നൽകുന്നതും, മാസത്തിൽ 1 കണക്കിന് മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുന്നതും ഗുണകരമാണ്. ഇനി ചിങ്ങക്കൂറിലേക്ക് വരാം. മകം, പൂരം, ഉത്രം പ്രഥമപാദം എന്നിവ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഈ സൂര്യഗ്രഹണം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പലവിധമായ മാറ്റങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അനാവശ്യമായ ചിന്ത ആശയക്കുഴപ്പത്തിന് കാരണമായേക്കാം. മറ്റുള്ളവരെ അകാരണമായി സംശയിച്ചേക്കാം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ കയറി ഇടപെട്ട് മനസ്വസ്ഥത കുറയ്ക്കുന്നതാണ്. കൂടുതൽ സംസാരിക്കുന്ന ശീലം ഈ ഒരു കാലയളവിൽ മാറ്റേണ്ടതാണ്. തൊഴിലിടത്ത് ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതാണ്. തൊഴിൽ നഷ്ടമായി പോകാതിരിക്കാൻ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധമായിട്ടുള്ള രീതികൾ ഒരിക്കലും സ്വീകരിക്കരുത്. വീഴ്ച, കൈകാലുകൾക്ക് ഒടിവ്, ചതവ് മുതലായവ സംഭവിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ശാസനകൾ ലഭിച്ചേക്കാം. ഇനി ദോഷപരിഹാരാർത്ഥമായി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. ഗണപതിക്ക് ചതുർത്ഥി ദിവസം നാളികേരപ്പൂള്, ശർക്കര എന്നിവ സമർപ്പിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം പാൽപ്പായസം കഴിപ്പിക്കുക. സൂര്യ നമസ്കാരം എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക. സൂര്യസ്തോത്രങ്ങൾ
എല്ലാ ഞായറാഴ്ചകളിലും നിർബന്ധമായും ചെയ്യുക. ഞായറാഴ്ച ദിവസം സൂര്യോദയ സമയത്ത് നെയ്യിട്ട് നിലവിളക്ക് തെളിയിക്കുക. ഞായറാഴ്ച ദിവസം വെളുത്ത വസ്ത്രങ്ങൾ മാത്രം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞായറാഴ്ച ദിവസം വീട്ടിലെ നായയെ ഒരിക്കലും പട്ടിണിക്കിടരുത്. തെരുവ് നായകൾക്ക് ഇന്നേ ദിവസം ഭക്ഷണം കൊടുക്കുന്നതും ഗുണകരമാണ്. ഇനി അടുത്തത് കന്നിക്കൂറ്. ഉത്രം മുക്കാല്, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. അപ്രതീക്ഷിതമായ തടസ്സങ്ങളാണ് ഈ ഗ്രഹണം കൊണ്ട് കന്നിക്കൂറുകാർക്ക് സംഭവിക്കുന്നത്. തൊഴിൽ ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് അകാരണമായി അത് നീങ്ങുന്നതിനും, വിദേശ രാജ്യത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാലവിളംബം വരുന്നതിനും, ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നതും, നമുക്ക് കിട്ടേണ്ടിയിരുന്ന ധനം എന്തൊക്കെയോ കാരണങ്ങളാൽ തടസ്സപ്പെട്ടിരിക്കുന്നതും, വീട് വയ്ക്കാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പലവിധമായ തടസ്സങ്ങൾ നേരിടുന്നതും ഈയൊരു കാലയളവിൻ്റെ പ്രത്യേകതയാകുന്നു. ഈ ദോഷങ്ങളെ കുറയ്ക്കുവാനും ഭാഗ്യം വർദ്ധിപ്പിക്കുവാനും ചില നിർദ്ദേശങ്ങളെ കൂടി നൽകുന്നു. തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും, ചാമുണ്ഡി ക്ഷേത്രത്തിൽ നവമി ദിവസം പട്ടുവസ്ത്രം സമർപ്പിക്കുന്നതും, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ശിവസ്തോത്രം ജപിക്കുന്നതും, രുദ്രാക്ഷമാല അണിയുന്നതും, സൂര്യഗായത്രി എന്നും 18 ഉരു ജപിക്കുന്നതും ഗുണകരമാകുന്നു. ഇനി തുലാക്കൂറ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാല് എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമായിരിക്കും ഇത്. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും, സഹോദരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അനാവശ്യമായിട്ടുള്ള സംസാര രീതികളും, തൊഴിലിടത്ത് ആവശ്യമില്ലാത്ത ശത്രുക്കളും, വാഹനങ്ങൾക്ക് അകാരണമായിട്ടുള്ള എഞ്ചിൻ തകരാറുകളും, ലോണ്, ചിട്ടി മുതലായവ മുടങ്ങിപ്പോകുന്നതും ഈയൊരു കാലയളവിൻ്റെ പ്രത്യേകതകളാകുന്നു. വൈകാരികമായ സമ്മർദ്ദം കൂടി വരുന്ന ഒരു കാലയളവാണിത്. ദേഷ്യം പിടിക്കുന്ന സമയങ്ങളിൽ വളരെ ക്ഷമയോടുകൂടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം. ഇനി ദോഷപരിഹാരാർത്ഥമായി ചില കാര്യങ്ങളെ കൂടി നിർദ്ദേശിക്കുന്നു. ശിവക്ഷേത്രത്തിൽ ഈഞ്ച, നല്ലെണ്ണ എന്നിവ സമർപ്പിക്കുന്നത്, ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യന് പാനകം കഴിപ്പിക്കുന്നതും, വ്യാഴാഴ്ച ദിവസം ഗരുഡ ഭഗവാനെ തൊഴുന്നതും, ഞായറാഴ്ച ദിവസം ആദിത്യന് നെല്ല് സമർപ്പിക്കുന്നതും, മാസത്തിൽ 1 പ്രകാരം നവഗ്രഹങ്ങളിൽ ആദിത്യന് നെയ്വിളക്ക് തെളിയിക്കുന്നതും ദോഷപരിഹാരാർത്ഥമാകുന്നു. ഇനി അടുത്തത് വൃശ്ചികക്കൂറ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് ആശയപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായിട്ടോ സഹപ്രവർത്തകരുമായിട്ടോ സംസാരിക്കുമ്പോൾ അമിതമായ വാചാലത ഒഴിവാക്കേണ്ടതാണ്. കുടുംബത്തിനകത്തും പുറത്തും അമിതമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള രീതികൾ കാഴ്ചവെക്കരുത്. അനാവശ്യ കാര്യങ്ങളെ ചൊല്ലി കുടുംബജീവിതത്തിൽ കലഹമുണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ അലട്ടുന്നതാണ്. കല്യാണവുമായി ബന്ധപ്പെട്ട ചില ദുഃഖങ്ങൾ മനസ്സിനെ മഥിക്കുന്നതാണ്. സമ്മർദ്ദത്തെ പൂർണ്ണമായി ചെറുക്കാൻ യോഗ, മെഡിറ്റേഷൻ മുതലായവ സ്വീകരിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ കാണിക്കുന്ന അശ്രദ്ധ രോഗത്തെ മൂർച്ഛിപ്പിക്കാൻ കാരണമായേക്കാം. കടബാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ചെലവ് കൂടിയ കാര്യങ്ങളിലേക്ക് ചെന്നുപെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരമായി ചില കാര്യങ്ങളെ കൂടി നിർദ്ദേശിക്കുന്നു. മാസപ്പിറന്നാൾ ദിവസം ചന്ദ്രകലാരൂപം ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുക. സൂര്യ സഹസ്രനാമം ഞായറാഴ്ചകളിൽ ജപിക്കുക. നാഗങ്ങൾക്ക് പുള്ളുവം പാട്ട് നടത്തുക. വൃദ്ധരായ വ്യക്തികൾക്ക് ചെരുപ്പ് ദാനം ചെയ്യുക. ഇത്രയുമാണ് ദോഷപരിഹാരമായി നമുക്ക് ചെയ്യാവുന്നത്. ഇനി ധനുരാശിയിലേക്ക് വരാം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവ ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് സാമ്പത്തിക ആശങ്കകൾ വർദ്ധിച്ചു വരുന്നതാണ്. ലോണ്, ചിട്ടി മുതലായവയുടെ തിരിച്ചടവുകൾ വൈകുന്നത് സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾക്ക് വഴിവെച്ചേക്കാം. മാത്രമല്ല ഇതുമൂലം അപമാനവും ഉണ്ടായി വന്നേക്കാം.
കടമെടുത്ത് ചിലവ് ചെയ്യുന്ന രീതി പലപ്പോഴും ആപത്തിലേക്കായിരിക്കും നയിക്കുക. എല്ലുകളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്ക് കാരണമുണ്ട്. ഉയരമുള്ള സ്ഥലങ്ങളിലും മറ്റും കയറുമ്പോൾ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. വീഴ്ചകൾക്ക് സാധ്യതയുണ്ട്. ഇനി ദോഷപരിഹാരമായി ചില കാര്യങ്ങളെ കൂടി നിർദ്ദേശിക്കുകയാണ്. മാസപ്പിറന്നാൾ തോറും മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക. ഞായറാഴ്ച ദിവസം ആദിത്യ ഹൃദയം ജപിക്കുക. ഭാഗവതം പാവപ്പെട്ട ഒരു ഭക്തന് സമർപ്പിക്കുക. നവഗ്രഹ സ്തോത്ര അർച്ചനകൾ ചെയ്യുക. സൗരയന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക മുതലായവ പ്രതിവിധിയാകുന്നു. ഇനി മകരം രാശിയിലേക്ക് വരാം. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. നിങ്ങളുടെ കരിയറിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. അനാവശ്യമായ എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക. തൊഴിലിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന് കരുതി തൊഴിൽ വലിച്ചെറിയാതിരിക്കുക. ഒരു തൊഴിൽ നഷ്ടപ്പെട്ടാൽ പുതിയൊരു തൊഴിൽ ലഭിക്കുന്നത് അത്ര കണ്ട് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. തൊഴിലിടത്ത് സഹപ്രവർത്തകരുമായി നല്ലൊരു ബന്ധം പുലർത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തുക. വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട ചില നിയമക്കുരുക്കുകളിൽ ചെന്നുപെട്ടേക്കാം. ശരീരത്തിൽ ഉഷ്ണരോഗങ്ങൾ വർദ്ധിച്ചു വന്നേക്കാം. ചൂടുകുരു മുതലായവ നിങ്ങളെ അലട്ടുന്നതാണ്. ദോഷപരിഹാരമായി ചില നിർദ്ദേശങ്ങളെ കൂടി നൽകുകയാണ്. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക്, ജലധാര, കൂവളമാല സമർപ്പണം എന്നിവ പ്രദോഷം തോറും ചെയ്യുക. മൃത്യുഞ്ജയ ഹോമം മാസത്തിലൊന്നെന്ന പ്രകാരം നടത്തുക. കഴിയില്ലെങ്കിൽ മൃത്യുഞ്ജയ അർച്ചനയെങ്കിലും നടത്തേണ്ടതാണ്. മത്സ്യങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം അരിയിട്ട് കൊടുക്കുക. കുട്ടികൾക്ക് മധുരം സമ്മാനിക്കുക. സൂര്യഗായത്രി മന്ത്രം എല്ലാ ദിവസവും 48 ഉരു ജപിക്കേണ്ടതാണ്. ഓം നമഃശിവായ മന്ത്രം നിത്യവും സന്ധ്യാവേളയിൽ ജപിക്കേണ്ടതുണ്ട്. ഇനി കുംഭം രാശിയിലേക്ക് വരാം. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. വൈകാരികമായി ചില ബന്ധങ്ങളിൽ ചെന്ന് പെട്ടുപോകുന്ന കാലഘട്ടമാണിത്. പരദൂഷണം, അപവാദം എന്നിവയ്ക്ക് ഇരയാകും. ശ്രദ്ധയില്ലാതെയുള്ള ചില ബന്ധങ്ങൾ മൂലം അനാവശ്യമായ കേസ് വഴക്കുകളിൽ ചെന്നുപെടുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനും ഇതുമൂലം കാരണമായേക്കാം. വിദ്യാർത്ഥികളിൽ അലസത വർദ്ധിച്ചു വരുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ചതി പ്രതീക്ഷിക്കാം. വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അമിത സാഹസികത ഒഴിവാക്കുക. ട്രെയിനിന്റെ വാതിലിന്റെ ഭാഗത്ത് നിൽക്കുക മുതലായ അപകടകരമായിട്ടുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. ദോഷപരിഹാരമായി ചില പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം. രുദ്രാക്ഷമാല കഴുത്തിൽ ധരിക്കുന്നതും നിത്യവും ഓം നമഃശിവായ മന്ത്രം 108 ഉരു ജപിക്കുന്നതും ഗുണകരമാണ്. ശിവക്ഷേത്രത്തിൽ തൃക്കണ്ണു രൂപം സമർപ്പിക്കുക. മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുക. യക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ നെല്ലും മണിയും സമർപ്പിക്കുക. നവഗ്രഹങ്ങളിൽ ആദിത്യന് അർച്ചന കഴിപ്പിക്കുക. എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിവക്ഷേത്രത്തിൽ ജലധാര മുടങ്ങാതെ നടത്തുക. ഇനി മീനൻ രാശിയിലേക്ക് വരാം. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. സൗഹൃദങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന കാലഘട്ടമാണിത്. ആളറിയാതെ ആത്മാർത്ഥത കാണിക്കുന്നത് ചിലപ്പോൾ ചതികൾക്ക് കാരണമായേക്കാം. വിദ്യാർത്ഥികളിൽ പഠനപരമായിട്ടുള്ള ഉദാസീനത പരീക്ഷാഫലത്തെ ബാധിക്കുന്നതാണ്. വാഹനയാത്രയിൽ പ്രത്യേകം ശ്രദ്ധ വേണം. യൂസ്ഡ് വാഹനങ്ങളും മറ്റും വാങ്ങുന്നവർ അതിൻ്റെ എഞ്ചിൻ ഭാഗം കൃത്യമായി പരിശോധന നടത്തിയതിനു ശേഷം മാത്രം വാങ്ങുക. ചതി പറ്റുവാൻ സാധ്യതയുണ്ട്. ചാരിറ്റി എന്ന പേരിൽ ചില തട്ടിപ്പുകളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ അകമഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കുന്നത് ഈ കാലയളവിൽ ഗുണകരമാവും. അമിതമായുള്ള ആത്മവിശ്വാസം ആപത്തുകളെ ക്ഷണിച്ചു വരുത്തുന്നതിനാൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇനി ദോഷപരിഹാരാർത്ഥമായി ചില പരിഹാരങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര എന്നിവ പ്രദോഷം തോറും ചെയ്യുക. ശ്രീരാമക്ഷേത്രത്തിൽ അർച്ചന കഴിപ്പിക്കുക. യക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ നാരങ്ങാമാല സമർപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ പഞ്ചാമൃതം നേദിക്കുക. മാസത്തിലെ
ഒരു പ്രദോഷ ദിവസം ശിവക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ജപം നടത്തുക. ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ചെമ്പരത്തിപ്പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക. ഞായറാഴ്ച ദിവസം ചുവന്ന വസ്ത്രം വീട്ടിൽ ധരിക്കുക. ഇവയൊക്കെ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടുന്ന പരിഹാരങ്ങളാകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 27 നക്ഷത്രക്കാരുടെയും ദോഷപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് നിങ്ങളെ ഭയപ്പെടുത്തുവാനോ ദുഃഖിപ്പിക്കുവാനോ വേണ്ടി പറയുന്നതല്ല. ഇങ്ങനെ ചില അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കണമെന്ന് ഒരു മുൻകരുതൽ നൽകുന്നതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള പരിഹാര കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ദോഷകാര്യങ്ങളുടെ പ്രഭാവം നശിച്ചു പോകുന്നതിനും ഇടയാവുന്നതാണ്. ഇതിനു പുറമെ ശിവനെയും ആദിത്യനെയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. ഈ സൂര്യഗ്രഹണത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മഠത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ആദിത്യനാരായണ പൂജ നടത്തി വരുന്നുണ്ട്. നിങ്ങളെയും ഇതിൽ ഉൾക്കൊള്ളിക്കുവാൻ സന്തോഷമേയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം എന്നിവ ഈ വീഡിയോയുടെ കീഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം.